ഓർമ്മയ്ക്കായി ഭാഗം 64. ആ മാല അവളുടെ നെഞ്ചിൽ വന്ന് കിടക്കുമ്പോൾ യുവരാജിന്റെ കണ്ണുകൾ ആ മാലയുടെ അറ്റത്തായി ചെന്ന് നിന്നു. അതിൽ ഒരു താലി കണ്ടതും യുവരാജിന്റെ മുഖം വിളറി. ഇപ്പോൾ മനസ്സിലായോ ഇവൾ എൻ്റെ ഭാര്യയാണെന്ന്? ഇനിയും നിനക്ക് വേണോ എൻ്റെ ഭാര്യയെ? അത് ചോദിക്കുമ്പോൾ ആൽഫിയിൽ ദേഷ്യമായിരുന്നു. അവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു. കണ്ണുകളിൽ ചുവപ്പ് രാശി വീഴുന്നത് പേടിയോടെ അമ്മു നോക്കി നിന്നു. അവൾ പെട്ടെന്ന് തിരിഞ്ഞ് ആൽഫിയുടെ നെഞ്ചിലേക്ക് ചേർന്നു. അവളുടെ വലത് കൈ അവൻ്റെ നെഞ്ചിൽ വെച്ചു. അത് കണ്ടതും ആൽഫി അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി. പിന്നെ അവൾ വെച്ച അവളുടെ ആ വലത് കൈ അവൻ്റെ ഇടനെഞ്ചിൽ ചേർത്ത് തന്നെ അവൻ പിടിച്ചു. അപ്പോൾ യുവരാജിന് മറ്റെന്തെങ്കിലും പറയാനുണ്ടോ? ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ, ഞാനും എൻ്റെ ഭാര്യയും കേൾക്കാൻ റെഡിയാണ്, ആൽഫി പറഞ്ഞു. യുവരാജ് ദേഷ്യത്തോടെ ആൽഫിയെയും എൽദോയെയും കേശവിനെയും നോക്കി. പിന്നെ ആൽഫിയുടെ നെഞ്ചിലേക്ക് ചേർന്ന് നിൽക്കുന്ന അമ്മുവിനെ നോക്കുമ്പോൾ അവൻ്റെ കണ്ണുകളിലെ ദേഷ്യം മാറി. പിന്നെ അവൻ വെട്ടിത്തിരിഞ്ഞ് അവിടെ നിന്നും നടന്നു പോയതും ഒന്ന് നിന്നെ യുവരാജ് മാണിക്കത്താൻ എന്ന് പറഞ്ഞുകൊണ്ട് ആൽഫി അമ്മുവിനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ യുവരാജിൻ്റെ അടുത്തേക്ക് നടന്നു. അവിടെ മീറ്റിംഗ് നടക്കുന്ന സ്ഥലത്ത് എല്ലാവരും നിന്നെ നോക്കി നിൽക്കുന്നു. അപ്പോൾ നീ ഇവിടെ വന്ന് അന്യൻ്റെ ഭാര്യയെ നോക്കുന്നു. കൊള്ളാം, നിനക്ക് വിവാഹപ്രായമായി എന്നെനിക്കറിയാം. അതിന് ഏതെങ്കിലും നിങ്ങളെ തറവാടിന് യോജിച്ച പെൺകുട്ടിയെ ആരെങ്കിലും നോക്ക്. എൻ്റെ പെണ്ണിനെ വിട്ടേക്ക്. ഇനി നിന്റെ നോട്ടം, നീ ഇപ്പോൾ നോക്കിയപ്പോൾ നിന്റെ കണ്ണുകളിൽ കണ്ട ആ പ്രണയം, അതിനി എൻ്റെ പെണ്ണിനെ നോക്കുമ്പോൾ വേണ്ട. അവളെ പ്രണയത്തോടും സ്നേഹത്തോടെയും കാമത്തോടെയും നോക്കാൻ ഈ ഞാൻ മതി. അല്ലാതെ മറ്റൊരാൾ എൻ്റെ പെണ്ണിനെ നോക്കണ്ട. കേട്ടോടാ? പറഞ്ഞേക്ക് നീ നിന്റെ വീട്ടിൽ വന്നിരിക്കുന്ന അഗ്നിദേവിനോട്. ആൽഫ്രഡ് സാമുവൽ എന്ന ഈ നരിയുടെ പെണ്ണിനെ ഒന്ന് നോക്കിയ, ആഗ്രഹിച്ച, പിന്നെ ഈ ഭൂമിയിൽ അഗ്നിദേവ് ഉണ്ടാകില്ല എന്ന്. അവൻ മാത്രമല്ല, നീയും. അത്രയും പറഞ്ഞ് ആൽഫി തിരിഞ്ഞ് അവളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ നടന്നു. അവർ നടന്നു പോകുമ്പോൾ നേരത്തെ ആ സ്ത്രീകൾ ചൂണ്ടിക്കാണിച്ച ആളുടെ അടുത്തെത്തിയതും അപ്പോഴും തിരിഞ്ഞു നിൽക്കുന്ന ആളെ ആൽഫി ഒന്ന് നോക്കി. പിന്നെ ഒന്ന് പുച്ഛിച്ച് ചിരിച്ചുകൊണ്ട് അമ്മുവിനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ നടന്നു. എന്തെങ്കിലും പർച്ചേസ് ചെയ്തോ? ആൽഫി ചോദിച്ചു. ഇല്ല, ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴാ എന്നോട് ആരോ വിളിക്കുന്നു എന്ന് പറഞ്ഞത്. ആരെങ്കിലും വിളിക്കുന്നു എന്ന് പറയുമ്പോൾ അപ്പോൾ തന്നെ ഇറങ്ങിക്കൊള്ളണം, അതാരാണെന്ന് നോക്കാൻ, ആൽഫി പറഞ്ഞു. അവൾ അവനെ നോക്കി പുഞ്ചിരിച്ചു. എന്തെങ്കിലും പറയുമ്പോൾ ഇങ്ങനെ പുഞ്ചിരിച്ച് മയക്കിക്കൊള്ളണം, ആൽഫി പറഞ്ഞുകൊണ്ട് അവളുടെ തോളിലൂടെ കൈയിട്ടു. ഇച്ചാൻ പങ്കെടുക്കാൻ പോയ മീറ്റിംഗ് നടന്നില്ലേ? അമ്മു ചോദിച്ചു. അതിന് 2 പേർക്ക് വേണ്ടിയാണ് ആ മീറ്റിംഗ് വെച്ചത്. അവർ 2 പേരും ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ എന്ത് മീറ്റിംഗ്? അവരുടെ പുറകെ നടന്ന എൽദോ ചോദിച്ചു. ആൽഫി, ആ കൊച്ചിൻ്റെ തോളിൽ നിന്ന് കൈവിട നീ. ഇവിടെ നിനക്ക് പരിചയമുള്ള ആരെങ്കിലും കാണും. ആരെങ്കിലും അല്ല, ഇവിടെയുള്ളവർ മിക്കവരും നിന്നെ അറിയാവുന്നതായിരിക്കും. നീ ഒരു പെൺകുട്ടിയുടെ തോളിലൂടെ കൈയിട്ടുകൊണ്ട് നടന്നു എന്ന് ഒരു വാർത്തയാക്കണോ? കേശവ് ചോദിച്ചു. അത് കേട്ടപ്പോഴാണ് അമ്മുവും അതിനെപ്പറ്റി ആലോചിച്ചത്. അവൾ വേഗം അവൻ്റെ അടുത്തു നിന്നും നീങ്ങി നടന്നു. അത് കണ്ട ആൽഫി തിരിഞ്ഞ് കേശവിനെ ദേഷ്യത്തിൽ നോക്കി. നീ എന്നെ നോക്കി പേടിപ്പിച്ചിട്ട് എന്താ കാര്യം? ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. ഇപ്പം തന്നെ നീ അങ്ങോട്ട് നോക്ക് എന്ന് പറഞ്ഞ് 2-3 പേര് ആൽഫിയെ തന്നെ നോക്കി നിൽക്കുന്നത് അവൻ കാണിച്ചു കൊടുത്തു. അമ്മു വേഗം അവൾ നേരത്തെ ഡ്രസ്സ് എടുത്തു വെച്ച ഷോപ്പിലേക്ക് കയറി. അവിടെ നിന്നും എടുത്തു വെച്ച ഡ്രസ്സുകളെല്ലാം വാങ്ങി പുറത്തേക്കിറങ്ങി. അമ്മു വരുമ്പോൾ അവിടെ ആൽഫി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവരെവിടെ ചായ? അമ്മു ചുറ്റും നോക്കിക്കൊണ്ട് ചോദിച്ചു. അവർ പോയി, ആൽഫി പറഞ്ഞു. പോകാം വീട്ടിലേക്ക്, സമയം ഒരുപാടായി, ആൽഫി പറഞ്ഞു. അപ്പോഴാണ് അവളും സമയം നോക്കിയത്. ശരിയാണ്, സമയം 5 മണിയുടെ അടുത്തായി. വണ്ടി പാർക്ക് ചെയ്തെടുത്ത് വന്ന് ആൽഫി ബുള്ളറ്റിൽ കയറുമ്പോൾ അമ്മു ചുറ്റും നോക്കി. അവളുടെ നോട്ടം കണ്ട്, നീ ആരെയായി നോക്കുന്നത്? അത് ഇച്ചായ, ആരെങ്കിലും നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് നോക്കിയതാ, അവൾ പറഞ്ഞു. എന്നാ പിന്നെ മോൾ അത് നോക്കിക്കൊണ്ട് നിൽക്ക്, ഞാൻ പോവാണ്, അവൻ പറഞ്ഞു. അവൾ അവനെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് ബുള്ളറ്റിലേക്ക് കയറി. ഒരു പുഞ്ചിരിയോടെ ആൽഫി വണ്ടി എടുത്തു. ആൽഫിയുടെ വണ്ടി പോയതിന് പിന്നാലെ തന്നെ 2 വണ്ടികളുണ്ടായിരുന്നു. 2 വണ്ടികളെയും അവൻ കണ്ടെങ്കിലും അവനത് മൈൻഡ് ചെയ്തില്ല. ആൽഫിയുടെ വണ്ടി വന്ന് നിന്നത് നരിക്കുന്നേൽ വീട്ടിലായിരുന്നു. വണ്ടിയിൽ നിന്നും ഇറങ്ങിയ അമ്മു കാണുന്നത് അവളെ നോക്കി നിൽക്കുന്ന സഞ്ജുവിനെയും നിഖിലിനെയും വിഷ്ണുവിനെയുമാണ്. ആൽഫിയുടെ വണ്ടിയുടെ ശബ്ദം കേട്ട് ആൻസിയും കൂട്ടരും പുറത്തേക്ക് വന്നു. കുറെ കവറുകളുമായിട്ട് അമ്മു അവരുടെ അടുത്തേക്ക് ചെന്നത്. നീ ഭക്ഷണം കഴിക്കാൻ വീട്ടിലേക്കെന്ന് പറഞ്ഞു പോയിട്ട് ഷോപ്പിങ്ങിനാണോ പോയത്? ആവണി ചോദിച്ചു.
അത് പിന്നെ അവൾ ആൽഫിയെ നോക്കി. അപർണയ്ക്ക് ടൗണിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ഞാനാണ് കൊണ്ടുപോയത്. ആൽഫി പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി. ഇച്ചായ, ഞങ്ങൾ മനക്കിലേക്ക് പോവാണേ, ആൻസി പറഞ്ഞു. ആൽഫി തിരിഞ്ഞ് അമ്മുവിനെ നോക്കി. അവളും ആ സമയം നോക്കിയിരുന്നു. പോയിട്ട് വരാം എന്ന് അവൾ കണ്ണുകൾ കൊണ്ട് പറഞ്ഞു. പതിയെ തലയാട്ടുകയും ചെയ്തു. അതുപോലെ തന്നെ തലയനക്കി ആൽഫി. പിന്നെ ഫോണെടുത്ത് അവൻ ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്യുന്നത് കണ്ടു. അപ്പോൾ തന്നെ അമ്മുവിൻ്റെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ശബ്ദം കേട്ടു. അത് ആൽഫി അയച്ചതാണെന്ന് മനസ്സിലായതും ഓപ്പൺ ചെയ്തു നോക്കി. രാത്രി ഞാൻ അങ്ങോട്ട് വരാം, ആൽഫി പറഞ്ഞു. അതിന് അവൾ ഒരു സ്മൈലി അയച്ചു. അവൻ ചിരിച്ചുകൊണ്ട് പടികൾ കയറി മുകളിലേക്ക് പോയി. അമ്മുവും കൂട്ടരും അമ്മുവിൻ്റെ കാറിലാണ് തിരിച്ച് മനയിലേക്ക് എത്തിയത്. അവിടെ ചെല്ലുമ്പോൾ വണ്ടിയിൽ നിന്നും ഇറങ്ങിയ സഞ്ജുവും വിഷ്ണുവും എല്ലാം, നീ ഇത് എവിടെ പോയതാ? ഞങ്ങൾ അവിടെ വന്നപ്പോൾ നിന്നെ കണ്ടില്ല. നീ ആൽഫിച്ചായൻ്റെ ഒപ്പം മനയിലേക്ക് വന്നു എന്ന് പറഞ്ഞു. പിന്നെ എന്തിനാ ടൗണിലേക്ക് പോയത്? സഞ്ജു ചോദിച്ചു. പറഞ്ഞില്ലേ അത് അവൾക്ക് എന്തോ വാങ്ങാനുണ്ടായിരുന്നു എന്ന്. അതിനുവേണ്ടി പോയതാണെന്ന് പറഞ്ഞതല്ലേ. പിന്നെ നീ എന്തിനാ വീണ്ടും വീണ്ടും ചോദിക്കുന്നത്? ആൻസി ചോദിച്ചു. അവൾക്ക് എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ ഞങ്ങളോട് പറഞ്ഞ ഞങ്ങൾ കൊണ്ടുപോയില്ല അവളെ, അതുകൊണ്ട് ചോദിച്ചതാണ്, സഞ്ജു തിരിച്ചു പറഞ്ഞു. അത് ഇച്ചാൻ ടൗണിൽ പോകുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിക്കായിരുന്നു ഞാനും കൂടി വരട്ടെ എന്ന്. അങ്ങനെ പോയതാണ്, അമ്മ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി. അവൾ ചെന്നതും, മോളെ കുളിച്ചിട്ട് വേഗം വന്നോളൂ, വിളക്ക് കത്തിക്കാറായിട്ടുണ്ട്, മാലതി ചേച്ചി അവളെ കണ്ടതും പറഞ്ഞു. ഇപ്പോൾ വരാം ചേച്ചി എന്ന് പറഞ്ഞ് അവൾ വേഗം റൂമിലേക്ക് കയറി. അവളുടെ കയ്യിൽ താഴെ വെച്ച് കണ്ടപ്പോൾ തന്നെ താക്കോൽ കൊടുത്തിട്ടുണ്ടായിരുന്നു മാലതി ചേച്ചി. അതുമായി അവൾ റൂമിൽ ചെന്ന് അകത്തേക്ക് കയറി. വാതിലടച്ചു. അവൾക്ക് ആ റൂമിൽ കയറിയപ്പോൾ വല്ലാത്ത സങ്കടം തോന്നി. അവിടെ ആൽഫിയുടെ സാന്നിധ്യം ഉള്ളതുപോലെ തോന്നി. അവൾ ഫോൺ എടുത്തതും ആ നിമിഷം ആൽഫിയുടെ കോൾ അവളുടെ ഫോണിലേക്ക് വന്നു. ഇച്ചായ എന്നുള്ള പതർച്ചയോടെയുള്ള അവളുടെ വിളി കേട്ടതും, എന്തു പറ്റിയടാ? ആൽഫി ആകുലതയോട് ചോദിച്ചു. എനിക്ക് സങ്കടം വരുന്നു, അവൾ പറഞ്ഞു. അവളുടെ ശബ്ദത്തിലെ മാറ്റം തിരിച്ചറിഞ്ഞതും, എന്താടാ, എന്തിനാ എൻ്റെ കൊച്ചിന് സങ്കടം വരുന്നത്? ആൽഫി ചോദിച്ചു. അത് ഈ മുറിയിൽ ഇച്ചായൻ, അത്രയും പറഞ്ഞതും, അതാണോ കാര്യം? ഇപ്പോൾ സമയം 6 മണിയാകാൻ പോകുന്നു. മോള് പോയിട്ട് വേഗം കുളിച്ച് ദീപാരാധനയ്ക്ക് നന്ദൻ വരും. അത് കഴിഞ്ഞ് കുറച്ചു നേരം കൂട്ടുകാരുമൊക്കെ ആയിട്ട് സംസാരിച്ചിരിക്കുക. പിന്നെ പോകാനുള്ള ഡ്രസ്സെല്ലാം എടുത്ത് പാക്ക് ചെയ്ത് വെച്ചിട്ടില്ലേ, അതെല്ലാം ഒന്നും കൂടി നോക്കി കഴിയുമ്പോഴേക്കും ഡിന്നറിന് സമയമാകും. ചേച്ചി എൻ്റെ കൊച്ചിന് ഇഷ്ടമുള്ളതെല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അത് കഴിച്ച് കഴിയുമ്പോഴേക്കും ഞാൻ അങ്ങോട്ടെത്തും, പോരെ? പിന്നെ നാളെ മുതൽ ഞാനുണ്ടാവില്ലേ കൂടെ? പിന്നെ എന്തിനാ സങ്കടപ്പെടുന്നത്? ഇന്ന് ഇത്രയും സമയം ഞാനുണ്ടായിരുന്നില്ലേ കൂടെ? പിന്നെ ഈ കുറച്ച് സമയത്തേക്ക് അല്ലടി പെണ്ണെ എന്നെ മിസ് ചെയ്തേ. ഇനി എനിക്ക് പുറത്ത് പോകാനൊന്നും പറ്റാതെ ആകുമോ? എൻ്റെ കൊച്ചിനെ എന്നെ ഇങ്ങനെ കാണാതെ സങ്കടപ്പെടാനാണെങ്കിൽ ഞാൻ എങ്ങോട്ടും പോകാതെ എൻ്റെ കൊച്ചിൻ്റെ കൂടെ തന്നെ ഇരിക്കേണ്ടി വരുമോ? അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ പോകുന്നിടത്തെല്ലാം നീയും കൂടി പോരെ, പ്രശ്നം തീരുമല്ലോ, ആൽഫി കളിയായി പറഞ്ഞു. കളിയാക്കണ്ട, അവൾ പറഞ്ഞു. അയ്യോ, കളിയാക്കിയതല്ല, ഞാൻ കാര്യം പറഞ്ഞതാ. അതല്ല ഇച്ചായ, ഈ റൂമിൽ ഇച്ചായൻ്റെ പ്രസൻസ് ഉള്ളതുപോലെ തോന്നി. അപ്പോൾ പെട്ടെന്ന് എനിക്ക് സങ്കടം വന്നു, അത്രയേ ഉള്ളൂ, അമ്മ പറഞ്ഞു. അത്രയേ ഉള്ളൂ? ഞാൻ വിചാരിച്ചു എന്നെ മിസ് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ എന്നെക്കുറിച്ച് ആലോചിച്ച് വിഷമിച്ചിരിക്കുകയല്ലേ, അപ്പോൾ എന്നോട് അത്ര ഇഷ്ടമുണ്ടായിട്ടല്ലേ എന്നാലോചിച്ച് സന്തോഷിച്ചാ ഞാൻ, ആൽഫി പറഞ്ഞതും, ഇച്ചായ കളിയാക്കാതെ, അവൾ കുഞ്ഞു പരിഭവത്തോടെ വീണ്ടും പറഞ്ഞു. ശരി ശരി, കളിയാക്കുന്നില്ല, വേഗം കുളിച്ചിട്ട് സുന്ദരി കുട്ടിയായിട്ട് പോയി ദേവിയെ കണ്ടിട്ട് വാ. പിന്നെ ദേവിയോട് പറഞ്ഞേക്കണേ, 4 ദിവസം ഞാൻ എൻ്റെ കെട്ടിയോൻ്റെ ഒപ്പം ഒരു യാത്ര പോവുകയാണെന്നും ആ യാത്ര ഭംഗിയായി തരണമെന്നും പ്രാർത്ഥിച്ചിട്ട് വേണം വരാൻ, ആൽഫി പറഞ്ഞു. അപ്പോൾ നമ്മൾ നാളെ എപ്പോഴാണ് പോകുന്നത്? അവൾ ചോദിച്ചു. നാളെ രാവിലെ 10 മണിക്ക് ഫ്ലൈറ്റ്, അപ്പോൾ കുറച്ച് നേരത്തെ ഇറങ്ങണം, ആൽഫി പറഞ്ഞു. എന്നാൽ ശരി, എൻ്റെ മോള് പോയി കുളിച്ചോട്ടോ, താഴെ എല്ലാവരും എന്നെ വെയിറ്റ് ചെയ്യുകയാണ്, കല്യാണത്തിൻ്റെ ചർച്ചയും അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്. ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞു ആൽഫി ഫോൺ കട്ട് ചെയ്തു. അമ്മു മാറാനുള്ള ഡ്രസ്സും എടുത്ത് വാഷ്റൂമിലേക്ക് കയറി. വേഗം കുളിച്ചിറങ്ങി. മുടിയെല്ലാം അഴിച്ചിട്ട് നെറ്റിയിൽ ഒരു പൊട്ടും വെച്ച് അവൾ താഴേക്കിറങ്ങി. അവൾ താഴേക്ക് വന്നതും എല്ലാവരും ഹാളിലായിട്ട് ഇരിക്കുന്നുണ്ട്. സഞ്ജുവും വിഷ്ണുവും ആട്ടുകട്ടിലും ബാക്കിയുള്ളവരെല്ലാവരും സോഫയിലും മറ്റുമായി ഇരിക്കുന്നുണ്ട്. അവരുടെ മുന്നിൽ ചായയും സ്നാക്സും ഉണ്ട്.
അപ്പോഴാണ് പടികൾ ഇറങ്ങുന്ന ശബ്ദം കേട്ട് എല്ലാവരും അങ്ങോട്ട് നോക്കിയത്. താഴേക്ക് വന്ന അമ്മുവിനെ കണ്ടതും എല്ലാവരും നോക്കി. സുന്ദരിയായിട്ടുണ്ടല്ലോ. യെല്ലോ മെറൂൺ ധാവണിയെടുത്ത അവളെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അതിന് അവളൊന്ന് ചിരിച്ചുകൊണ്ട് പൂജാമുറിയിലേക്ക് കയറി വിളക്ക് കത്തിച്ച് നേരെ അമ്പലത്തിനടുത്തേക്ക് നടന്നു. നന്ദൻ ദീപാരാധനയ്ക്ക് നടയിൽ വിളക്കുകളെല്ലാം കത്തിച്ചിട്ടുണ്ടായിരുന്നു. അവൾ അവിടേക്ക് ചെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ആവണിയും ഐശ്വര്യയും അങ്ങോട്ട് വരുന്നത്. കൂടെ സഞ്ജുവും വിഷ്ണുവും എല്ലാം ഉണ്ട്. കുളിയെല്ലാം കഴിഞ്ഞ് അമ്പലത്തിലേക്ക് തൊഴാൻ വേണ്ടി വരുന്നത് എന്ന് അവരെ കണ്ടപ്പോൾ തന്നെ അവൾക്ക് മനസ്സിലായി. പ്രാർത്ഥനയോടെ അവൾ നിൽക്കുമ്പോഴാണ് ഒരു ഗേറ്റ് തുറക്കുന്ന ശബ്ദം കേട്ടത്. ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കിയപ്പോൾ കാണുന്നത് മാണിക്കത്താന്മാരുടെ ആ ഗേറ്റ് കടന്ന് അകത്തേക്ക് കടന്നു വരുന്ന ഒരാളെയാണ്. നട തുറന്ന് പുറത്തേക്കിറങ്ങിയ നന്ദനും അത് കണ്ടിരുന്നു. അഗ്നിദേവ്. കറുത്ത മുണ്ട് മാത്രമാണ് അവൻ വേഷം. ആരാടി ഇത്? എന്തു ലുക്കാണ് അയാളെ കാണാൻ. ശരിക്കും ഒരു ഹിന്ദി നടനെ പോലെയില്ലേ? അടുത്തേക്ക് നടന്നു വരുമ്പോൾ ആവണി ഐശ്വര്യയോട് പറഞ്ഞു. അമ്മു കേട്ടെങ്കിലും അവൾ അങ്ങോട്ട് നോക്കാതെ തന്നെ ദേവീ നടയിൽ നിന്നു പ്രാർത്ഥിച്ചു. അപ്പോഴേക്കും അഗ്നിദേവ് അവരുടെ അടുത്ത് എത്തിയിരുന്നു. അവൻ്റെ കണ്ണുകൾ അടച്ച് ദേവീ നടയിൽ നോക്കി പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന അമ്മുവിലായിരുന്നു. ബാക്കിയുള്ളവർ എല്ലാവരും അവനെ നോക്കി പുഞ്ചിരിച്ചു. എന്നാൽ ആ മുഖത്ത് ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നില്ല. അഹങ്കാരിയാണെന്ന് തോന്നുന്നു. അടുത്തു നിന്ന ആവണി ഐശ്വര്യയുടെ ചെവിയിലായി പറഞ്ഞു. കറുത്ത മുണ്ടിൽ അവന്റെ ഭംഗി എടുത്തു കാണിക്കുന്നുണ്ട്. ആവണി നോക്കി നിന്നു. നടയിൽ നിന്നും പുറത്തേക്കിറങ്ങിയ നന്ദൻ അപർണയെ ഒന്ന് നോക്കി. എന്തോ പറയാനുണ്ട് എന്ന് അപ്പോൾ അമ്മുവിന് തോന്നി. പ്രദക്ഷിണം വെച്ച് തിരിച്ചു നടയിൽ വന്നു നിന്ന് അവർക്ക് തീർത്ഥവും പ്രസാദവും കൊടുത്തു നന്ദൻ. ആ സമയവും അഗ്നിദേവ് അവരുടെ പുറകെ തന്നെ ഉണ്ടായിരുന്നു. കൂട്ടുകാരെല്ലാവരും നടന്നിട്ടും അവിടെ തന്നെ നിന്ന അഗ്നിദേവ് അവളെ നോക്കി നിന്നതും അവൾ കൂട്ടുകാരുടെ പുറകെ തന്നെ നടന്നു. പെട്ടെന്ന് പുറകിൽ നിന്ന് നന്ദൻ വിളിച്ചു. അവൾ അവിടെ നിന്ന് തിരിഞ്ഞു നോക്കി. നന്ദൻ അവളുടെ അടുത്തേക്ക് ചെന്നു. അപർണ, മാണിക്കത്താന്മാരുടെ ക്ഷേത്രം വരെ പോകാൻ പറ്റുമോ? ഇപ്പോൾ ശങ്കർ അദ്ദേഹം ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. നന്ദൻ പറഞ്ഞു. ഇപ്പോഴോ? അമ്മു ചോദിച്ചു. അതെ. ശരി, ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് അവൾ വേഗം തന്നെ മനയിലേക്ക് നടന്നു. അമ്മു വേഗം വണ്ടിയുടെ താക്കോലും എടുത്ത് ഫോണും കയ്യിൽ പിടിച്ചുകൊണ്ട് ഇറങ്ങി. ഫോണിൽ അവൾ ആൽഫിയെ വിളിച്ചുവെങ്കിലും ആൽഫി ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല. അമ്മു ആൻസിയോട് മാത്രം പറഞ്ഞുകൊണ്ട് അവൾ വേഗം വണ്ടി എടുത്തുകൊണ്ട് പോയി. അവൾ പോകുന്ന വഴിക്ക് ഒരു പ്രാവശ്യം കൂടി ആൽഫിയെ വിളിച്ചു. അപ്പോഴും ഫോൺ എടുത്തില്ല. എന്തെങ്കിലും തിരക്കിലായിരിക്കും എന്ന് കരുതി പിന്നെ വിളിക്കാൻ നിന്നില്ല. ക്ഷേത്രത്തിലേക്ക് 1-2 പ്രാവശ്യം വന്നതുകൊണ്ട് തന്നെ അവൾക്ക് വഴി ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. വണ്ടി പാർക്കിങ്ങിൽ നിർത്തി അവൾ വേഗം ക്ഷേത്രത്തിലേക്ക് ചെന്നു. ദീപാരാധന കഴിഞ്ഞ് നട തുറന്നിട്ടുണ്ടായിരുന്നു. അവൾ ദേവീ നടയിൽ നിന്നും തൊഴുത് പ്രദക്ഷിണം വയ്ക്കുമ്പോഴാണ് നേരത്തെ കണ്ട അഗ്നിദേവിനെ അവിടെ വെച്ച് വീണ്ടും കാണുന്നത്. അവളെ തന്നെ നോക്കി നിൽക്കുന്നത് കണ്ടതും അവൾക്കെന്തോ വല്ലാത്ത അസ്വസ്ഥത തോന്നി. അവൾ വേഗം തൊഴുത് ശങ്കരവാര്യർ സാറിനെ കാണാൻ വേണ്ടി പോയി. അവളെ കണ്ടതും അദ്ദേഹം ദേവീ നടയിലേക്ക് കയറി ചെന്നു. പിന്നെ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു ഇലച്ചീന്ത ഉണ്ടായിരുന്നു. ഇതിലൊരു താലി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് വേണം അമ്മയെ കാണാൻ പോകാൻ. അദ്ദേഹം പറഞ്ഞതും അത്ഭുതത്തോടെ അവൾ അദ്ദേഹത്തെ നോക്കി. എന്നോട് ആൽഫി പറഞ്ഞിരുന്നു. അത് നടക്കേണ്ട കാര്യം തന്നെയാണ്. സന്തോഷത്തോടെ പോയിട്ട് വരൂ. വരുമ്പോൾ ഇതിലും ഇരട്ടി സന്തോഷം ഉണ്ടാകാൻ ഞാൻ പ്രാർത്ഥിക്കാം. അദ്ദേഹം പറഞ്ഞതും അവൾക്ക് ഒത്തിരി സന്തോഷം തോന്നി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ആദ്യമായിട്ടായിരിക്കും അമ്മയ്ക്കുള്ള താലി മകൾ കൊണ്ടുപോകുന്നത്. അദ്ദേഹം ചെറിയൊരു പുഞ്ചിരിയോടെയാണ് പറഞ്ഞത്. അവൾക്ക് അദ്ദേഹം ഒരു കടലാസ് എടുത്തു കൊടുത്തു. ഇതിൽ പൊതിഞ്ഞോളൂ, അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ അപ്പോഴും അവളെ തന്നെ നോക്കി നിൽക്കുന്ന അഗ്നിദേവിൽ ചെല്ലുന്നുണ്ടായിരുന്നു. പോകാൻ വരട്ടെ, ആൽഫി വന്നിട്ട് പോയാൽ മതി, അദ്ദേഹം അഗ്നിദേവിനെ നോക്കിക്കൊണ്ടാണ് പറഞ്ഞതും അമ്മ ഫോൺ എടുക്കാനായി കാറിലേക്ക് നടന്നതും അവളുടെ മുന്നിലേക്ക് ഒരു വണ്ടി വന്നു നിന്നു. അതിൽ നിന്നും ആൽഫി ഇറങ്ങി. അവളെ കണ്ടതും ആൽഫി അവളുടെ അടുത്തേക്ക് നടന്നു. ആൽഫിയും കൊണ്ട് എൽദോയാണ് വന്നത്. എന്നാൽ ഞാൻ പോവാണ് എന്ന് പറഞ്ഞ് അമ്മുവിനോടും പറഞ്ഞ് വണ്ടി എടുത്തുകൊണ്ട് എൽദോ പോയി. ഞാൻ കുറേ നേരമായി നിന്നെ വിളിക്കുന്നു. വിളിച്ച് കിട്ടാതായപ്പോൾ എൻ്റെ ഫോണിൽ നന്ദൻ്റെ മിസ് കോൾ ഉണ്ടായിരുന്നു. അതിൽ വിളിച്ചപ്പോഴാണ് നീ ക്ഷേത്രത്തിലേക്ക് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ തന്നെ ഞാൻ ഇങ്ങോട്ട് പോന്നു, ആൽഫി പറഞ്ഞു. അദ്ദേഹം തന്നുവോ? നീ അത് മേടിച്ചോ? ആൽഫി ചോദിച്ചു. അവൻ്റെ മുഖത്തേക്ക് തന്നെ കണ്ണിമ വെട്ടാതെ നോക്കി നിൽക്കായിരുന്നു അമ്മു. അമ്മു, ആൽഫി പതിയെ അവളെ വിളിച്ചു. അദ്ദേഹം തന്നു എന്ന് പറഞ്ഞ് കയ്യിലെ ആ പൊതി അവൾ കാണിച്ചു കൊടുത്തു.
ഇതൊക്കെ എപ്പോ? അവൾ ചോദിച്ചു. പിന്നെ ഒന്നും കാണാതെ ഞാൻ അമ്മയെ കാണാൻ പോകുമെന്ന് നീ കരുതിയോ? നമ്മുടെ അമ്മ ഇവിടെ വരുമ്പോൾ ഒത്തിരി സന്തോഷത്തോടെ ആകണം. ഒരിക്കൽ വന്നത് കരഞ്ഞ് ചങ്ക് തകർന്നാണ് നിന്റെ അമ്മയെ ഇവിടെ നിന്ന് പോയതെങ്കിൽ ഇപ്രാവശ്യം വരുന്നത് ഒത്തിരി സന്തോഷത്തോടെ ആ ചങ്ക് നിറഞ്ഞതായിരിക്കണം. അതെനിക്ക് നിർബന്ധമുള്ള കാര്യമാണ്. ആൽഫി പറഞ്ഞു തീർന്നതും അമ്മ പരിസരം പോലും നോക്കാതെ അവനെ കെട്ടിപ്പിടിച്ചു. പെട്ടെന്ന് അവൾ തൻ്റെ നെഞ്ചിലേക്ക് ചേർന്നതും അവൾ കെട്ടിപ്പിടിച്ചതും ആൽഫിയുടെ കണ്ണുകൾ വിടർന്നു. അവൾ മുഖമുയർത്തി അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ്റെ 2 കവിളിലും കൈവച്ചുകൊണ്ട് അവൻ്റെ ചുണ്ടിൽ അവളുടെ ചുണ്ടുകൾ ചേർത്തു. ഒട്ടും പ്രതീക്ഷിക്കാതിരുന്ന ആൽഫിയുടെ കണ്ണുകൾ ഒന്ന് മിഴിഞ്ഞു. 1 മിനിറ്റ് നേരം നീണ്ടുനിന്ന ആ ചുംബനം അവൻ്റെ ചുണ്ടിൽ നിന്നും ചുണ്ടുകൾ മാറ്റുമ്പോൾ അവളുടെ കണ്ണുകളിൽ നാണമായിരുന്നില്ല, മറിച്ച് പ്രണയമായിരുന്നു, നന്ദിയായിരുന്നു. ഒരിക്കലും നടക്കില്ല എന്ന് കരുതിയ കാര്യം എനിക്ക് സാധിച്ചു തന്നതിന്, എൻ്റെ ഇഷ്ടങ്ങൾ ഞാൻ പറയുന്നതിന് മുമ്പ് കണ്ടറിഞ്ഞ് ചെയ്തു തന്നതിന് ഒരുപാട് ഒരുപാട് നന്ദി. ബാക്കി പറയാൻ അനുവദിക്കുന്നതിന് മുമ്പ് ആൽഫി അവളുടെ ചുണ്ടിന്മേൽ കൈകൾ വെച്ചു. ആർക്കും കൊടുക്കാതെ, യാതൊരുവിധ ബുദ്ധിമുട്ടും അറിയിക്കാതെ പൊന്നുപോലെ നോക്കി ഈ പെണ്ണിനെ എനിക്ക് തന്ന ആ അമ്മയ്ക്ക്, അതിനെ ആ അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ സന്തോഷം എനിക്ക് കൊടുക്കണം എന്നായിരുന്നു. പക്ഷേ ആ അമ്മയുടെ സന്തോഷം നീയാണെന്ന് എനിക്കറിയാം. ആ സന്തോഷത്തെ ഞാൻ എടുക്കുകയാണെങ്കിൽ മറിച്ച് നിന്റെ സന്തോഷത്തെ ഞാൻ അമ്മയ്ക്ക് കൊടുക്കണം എന്ന് തോന്നി. നിന്റെ സന്തോഷം നിന്റെ അമ്മയുടെ നല്ലൊരു ജീവിതമാണ് എന്ന് എനിക്കറിയാം. ആ സന്തോഷമാണ് ഞാൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. നീ ഇപ്പോൾ ഇവിടെയാണ്. മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും എല്ലാ അർത്ഥത്തിലും നീ എൻ്റെയാണ്. ഇനി നിനക്ക് എന്നിൽ നിന്നും ഒരു തിരിച്ചുപോക്ക് ഉണ്ടാകില്ല. അപ്പോൾ ആ അമ്മ ഒറ്റയ്ക്കാകില്ലേ? അപ്പോൾ ഞാൻ ചെയ്യേണ്ടത് എന്താ? ആ അമ്മയെ ഒറ്റയ്ക്ക് ആക്കാതിരിക്കുകയല്ലേ വേണ്ടത്? അതിനുവേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നത്. ആ അമ്മ സന്തോഷത്തോടെ ജീവിച്ചാൽ മാത്രമേ എൻ്റെ പെണ്ണിന് എൻ്റെ കൂടെ സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റൂ. അല്ലെങ്കിൽ എത്ര ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാലും, എത്ര ഞാൻ നിന്നെ പൊതിഞ്ഞു പിടിച്ചാലും നിന്റെ മനസ്സിൽ എപ്പോഴും ഒരു വേദനയായി അമ്മയുണ്ടാവും. ആ വേദന പോലും നിന്റെ മനസ്സിൽ ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ്, ആ സന്തോഷം കാണാൻ വേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നത്. ആൽഫി അവളുടെ കണ്ണുകളിൽ നോക്കി പറഞ്ഞു. അവൾ വീണ്ടും അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്നു. അവനും അവളെ ചേർത്ത് പിടിച്ചു. അപ്പോഴാണ് അവരെ തന്നെ നോക്കിക്കൊണ്ട് നടന്നു വരുന്ന അഗ്നിദേവിനെ ആൽഫി കാണുന്നത്. അപ്പോഴും മായാതെ ആൽഫിയുടെ ചുണ്ടിൽ പുഞ്ചിരിയായിരുന്നുവെങ്കിൽ അഗ്നിദേവിൻ്റെ കണ്ണുകളിൽ അഗ്നിയായിരുന്നു. അപ്പോഴാണ് പോക്കറ്റിൽ കിടന്ന ആൽഫിയുടെ ഫോൺ റിങ് ചെയ്തത്. ഫോൺ എടുത്ത് നോക്കിയതും കേശവിൻ്റെ കോളായിരുന്നു. അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ കോൾ എടുത്തു. മറുഭാഗത്ത് നിന്ന് കേട്ട വാർത്തയിൽ ആൽഫിയുടെ കണ്ണുകളിൽ ഒരു ഞെട്ടലായിരുന്നു. ഞാൻ എത്താം എന്ന് പറഞ്ഞ് ആൽഫി ഫോൺ കട്ട് ചെയ്തുകൊണ്ട് അവൻ നോക്കിയത് അഗ്നിയായിരുന്നു. അവൻ്റെ ചുണ്ടിൽ അപ്പോൾ ഒരു പുഞ്ചിരി കണ്ടു. നീ വാ എന്ന് പറഞ്ഞ് അമ്മുവിനെ വണ്ടിയിൽ കയറ്റി ആൽഫിയാണ് കാർ ഡ്രൈവ് ചെയ്തത്. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ടേ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.